യെശയ്യാവ് 52. സിയോനെ ഉണരുക, ഉണരുക, നിന്റെ ബലം ധരിച്ചുകൊള്ളുക. വിശുദ്ധ നഗരമായ യെരൂശലേമേ, നിന്റെ അലങ്കാര വസ്ത്രം ധരിച്ചുകൊള്ളുക. ഇനി മേലാൽ അഗ്രചർമ്മിയും അശുദ്ധനും നിന്നിലേക്ക് വരികയില്ല. പൊടിയുടഞ്ഞു കളയുക, യെരൂശലേമേ, എഴുന്നേറ്റിരിക്കുക. ബദ്ധയായ സിയോൻ പുത്രി, നിന്റെ കഴുത്തിലെ ബന്ധനങ്ങളെ അഴിച്ചു കളയുക. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: വില വാങ്ങാതെ നിങ്ങളെ വിറ്റുകളഞ്ഞു, വില കൊടുക്കാതെ നിങ്ങളെ വീണ്ടുകൊള്ളും. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: എൻ്റെ ജനം പണ്ട് പരദേശവാസം ചെയ്യുവാൻ മിസ്രയീമിലേക്ക് ഇറങ്ങിച്ചെന്നു. അശൂരും അവരെ വെറുതെ പീഡിപ്പിച്ചു. ഇപ്പോഴോ എൻ്റെ ജനത്തെ വെറുതെ പിടിച്ചുകൊണ്ടു പോയിരിക്കൊണ്ട് ഞാനിവിടെ എന്ത് ചെയ്യേണ്ടുവെന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. അവരുടെ അധിപതിമാർ മുറയിടുന്നു, എൻ്റെ നാമം ഇടവിടാതെ എല്ലായ്പ്പോഴും ദൂഷിക്കപ്പെടുന്നു എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. അതുകൊണ്ട് എൻ്റെ ജനം എൻ്റെ നാമത്തെ അറിയും. അതുകൊണ്ട് ഞാൻ തന്നെയാകുന്നു പ്രസ്താവിക്കുന്നവനെന്ന് അവർ അന്നറിയും. സമാധാനത്തെ ഘോഷിച്ച് നന്മയെ സുശേഷിക്കുകയും രക്ഷയെ പ്രസിദ്ധമാക്കുകയും സിയോനോട് നിന്റെ ദൈവം വാഴുന്നുവെന്ന് പറയുകയും ചെയ്യുന്ന സുവാർത്ത ദൂതൻ്റെ കാൽ പർവ്വതങ്ങളിൽ മേൽ എത്ര മനോഹരം! നിന്റെ കാവൽക്കാരുടെ ശബ്ദം കേട്ടുവോ? അവർ ശബ്ദം ഉയർത്തി ഒരുപോലെ ഉല്ലസിച്ച് ഘോഷിക്കുന്നു. യഹോവ സിയോനിലേക്ക് മടങ്ങി വരുമ്പോൾ അവർ അഭിമുഖമായി കാണും. യെരൂശലേമിൻ്റെ ശൂന്യപ്രദേശങ്ങളെ പൊട്ടിയാർത്തു കൊള്ളുവീൻ. യഹോവ തൻ്റെ ജനത്തെ ആശ്വസിപ്പിച്ചു, യെരൂശലേമിനെ വീണ്ടെടുത്തിരിക്കുന്നുവല്ലോ. സകല ജാതികളും കാണുകെ യഹോവ തൻ്റെ വിശുദ്ധ ഭുജത്തെ നഗ്നമാക്കിയിരിക്കുന്നു. ഭൂമിയുടെ അറ്റങ്ങളൊക്കെയും നമ്മുടെ ദൈവത്തിൻ്റെ രക്ഷയെ കാണും. വിട്ടുപോരുവീൻ, വിട്ടുപോരുവീൻ, അവിടെ നിന്ന് പുറപ്പെട്ട് പോരുവീൻ. അശുദ്ധമായതൊന്നും തുടരുത്, അതിൻ്റെ നടുവിൽ നിന്ന് പുറപ്പെട്ടു പോരുവീൻ. യഹോവയുടെ ഉപകരണങ്ങളെ ചുമക്കുന്നവരെ, നിങ്ങളെ തന്നെ നിർമ്മലീകരിക്കുവീൻ. നിങ്ങൾ ബദ്ധപ്പാടോടെ പോവുകയില്ല, ഓടിപ്പോകുകയുമില്ല. യഹോവ നിങ്ങൾക്ക് മുമ്പായി നടക്കും. ഇസ്രയേലിൻ്റെ ദൈവം നിങ്ങൾക്ക് പിൻപടയായിരിക്കും. എൻ്റെ ദാസൻ കൃതാർത്ഥനാകും. അവൻ ഉയർന്നു പൊങ്ങി അത്യന്തം ഉന്നതനായിരിക്കും. അവൻ്റെ രൂപം കണ്ടാൽ ആളല്ല എന്നും അവൻ്റെ ആകൃതി കണ്ടാൽ മനുഷ്യനല്ല എന്നും തോന്നുമാറ് വിരൂപമായിരിക്കൊണ്ട് പലരും നിന്നെ കണ്ട് സ്തംഭിച്ചു പോയതുപോലെ അവൻ പല ജാതികളെയും കുതിച്ച് ചാടുമാറാക്കും. രാജാക്കന്മാർ അവനെ കണ്ട് വായ് പൊത്തി നിൽക്കും. അവർ ഒരിക്കലും അറിഞ്ഞിട്ടില്ലാത്തത് കാണുകയും ഒരിക്കലും കേട്ടിട്ടില്ലാത്തത് ഗ്രഹിക്കുകയും ചെയ്യും.